കർണാടകയിൽ മുസ്ലിം മതവിശ്വാസിയായ ഹെഡ് മാസ്റ്ററെ പുറത്താക്കാൻ സ്കൂൾ ടാങ്കിൽ കീടനാശിനി കലക്കിയ 3 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. തീവ്ര ഹിന്ദു സംഘടന ശ്രീറാം സേനയുടെ നേതാവടക്കം 3 പേരാണ് അറസ്റ്റിലായത്. 10 വയസ്സ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന പ്രൈമറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, സ്കൂളിലെ ടാങ്കിലാണ് ഈ കീടനാശിനി കലക്കിയിട്ടുള്ളത്. ഗുരുതരമായ ചെയ്തിയാണ് നടന്നിട്ടുള്ളത്. എപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, ജൂലൈ 14-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് സ്കൂളിൽ നിന്ന് വെള്ളം കുടിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യമൊക്കെ അനുഭവപ്പെട്ടു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ ടാങ്കിന് സമീപത്ത് നിന്ന് ഒരു കുപ്പി, കീടനാശിനിയുടെ കുപ്പി കണ്ടെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് ആ കീടനാശിനിയുടെ കുപ്പി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ശ്രീറാം സേനയുടെ നേതാവ് ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എത്തുന്നത്. ഇയാൾ നൽകിയ കുപ്പി കീടനാശിനി ഒരു കുട്ടിയെ കൊണ്ട് ഈ ടാങ്കിൽ ഒഴിപ്പിക്കുകയായിരുന്നു. ഏതായാലും പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്ത് നടത്തിയ മൊഴി ചോദ്യം ചെയ്തപ്പോഴാണ് മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ ആ സ്കൂളിലെ പ്രധാനാധ്യാപകരായിട്ട് അടുത്തിടെ ചാർജ് എടുത്തിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കാൻ, അവിടെ ഒരു വിഷയമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. ഏതായാലും വലിയ ഗൂഢാലോചന തന്നെയാണ് ഇതിന് പിന്നിൽ നടന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീറാം സേനയുടെ നേതാവായിട്ടുള്ള സാഗറിന്റെ ഗൂഢാലോചനയാണ്, ആസൂത്രണമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഈ 3 പേരെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 10 വയസ്സ്, അതായത് LP സ്കൂളാണ്, അവിടെയുള്ള കൊച്ചുകുട്ടികളാണ് പഠിക്കുന്നത്. കേവലം മതാന്ധത ബാധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരാൾക്കൂട്ടം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതഭ്രാന്തന്മാർ ഇങ്ങനെ ഒരു വലിയ സംഭവം, വലിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം ചെയ്തത്. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായെന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ ദുരന്തം തന്നെയാണ് ഒഴിഞ്ഞു മാറിയുന്നത്, യാതൊരു സംശയവും. വലിയൊരു ദുരന്തം തന്നെയാണ്. കാരണം ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ശ്രീറാം സേനയുടെ നേതാവ് അടക്കമാണ് ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിട്ടുള്ളത്. എന്തായാലും ഒരു സംഭവത്തിൽ അറസ്റ്റ് ഉണ്ടായി എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.